എഴുത്തുകാരനും റേഡിയോ ജോക്കിയുമായ ജോസഫ് അന്നംകുട്ടി ജോസ് വിവാഹിതനായി എന്ന വാർത്തയാണ് ഇപ്പോൾ വൈറലാകുന്നത്. ജീവിതത്തിലെ ഏറ്റവും ലളിതമായ ചടങ്ങായിരുന്നു വിവാഹമെന്ന് ജോസഫ് അന്നംകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. വിവാഹ വിവരം അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പിൽ പള്ളിയിൽ നിന്നുള്ള ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. കുടുംബവും വധുവിന്റെ കുടുംബവും വിവാഹം നടത്തിയ സുഹൃത്തുക്കളായിട്ടുള്ള പുരോഹിതരും ഏറ്റവും വേണ്ടപ്പെട്ടവരായ ഈശോയും ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ആരോ പറഞ്ഞ പോലെ മുറിവേറ്റ രണ്ട് മനുഷ്യർ ഒരായുസ്സുകൊണ്ട് പരസ്പരം സുഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒന്നാണ് വിവാഹമെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലുണ്ട്. എഴുത്തുകാരൻ, റേഡിയോ ജോക്കി എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ജോസഫ് അന്നംകുട്ടി ജോസ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. വിജയ് സൂപ്പറും പൗർണമിയും, ദി ഗാംബ്ലർ, സർവകലാശാല, ചതുരം എന്നിവയാണ് ജോസഫ് അഭിനയിച്ച ചിത്രങ്ങൾ. കൂടാതെ ഇൻസ്റ്റഗ്രാമിൽ 1 മില്യണിലധികം ആളുകൾ പിന്തുടരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇന്ന് ഞങ്ങൾ വിവാഹിതരായി. വധുവിന്റെ പേര് ആൻ. എന്റെ ജീവിതത്തിലെ ഏറ്റവും ലളിതമായ ചടങ്ങായിരുന്നു വിവാഹം. എന്റെ കുടുംബവും ആനിന്റെ കുടുംബവും വിവാഹം നടത്തിയ സുഹൃത്തുക്കളായിട്ടുള്ള പുരോഹിതരും ഏറ്റവും വേണ്ടപ്പെട്ടവരായ ഈശോയും ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരോ പറഞ്ഞ പോലെ മുറിവേറ്റ രണ്ട് മനുഷ്യർ ഒരായുസ്സുകൊണ്ട് പരസ്പരം സുഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒന്നാണ് വിവാഹം. ഇതായിരുന്നു കുറിപ്പ്. ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഇടം നേടിയ ബൈറ്റ് തോട്ട്സ്, ദൈവത്തിന്റെ ചാരന്മാർ, യു കുഡ് ബി വൺ, സ്നേഹം, കാമം, ഭ്രാന്ത് എന്നിവയാണ് ജോസഫ് അന്നംകുട്ടി ജോസിന്റെ പ്രധാന കൃതികൾ. സ്വന്തം ഇടങ്ങളിൽ കഴിയുന്നത്ര മികച്ചത് നൽകാൻ കഴിയണം. വീട്ടിൽ അപ്പനും അമ്മയുമുണ്ട്. അവർക്ക് നൽകാൻ കഴിയുന്ന മികച്ചത് എന്തായിരിക്കും? അവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുന്നതാകാം. ഗീവ് യുവർ ബെസ്റ്റ് ആൻഡ് ലീവ് എന്നാണ്. ഓരോരുത്തരുടെ ലൈഫും വ്യത്യസ്തമായിരിക്കും. ഞാൻ എൻ്റെ കഥ പറയാം. റേഡിയോ മിർച്ചിയിൽ 5 വർഷം കഴിഞ്ഞു. എനിക്ക് ഓരോ ദിവസവും 9 കഥ പറയണം. ഇത്രയും കഥ പറയാൻ നല്ല പണിയുണ്ട്. ചില ദിവസങ്ങളിൽ നമുക്ക് തള്ളാനൊക്കെ പറ്റും. പക്ഷേ ആ കഥയാണ് മമ്മൂട്ടി വണ്ടി ഓടിക്കുമ്പോൾ കേൾക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് എന്നെക്കുറിച്ചുള്ള മതിപ്പ് എന്തായിരിക്കും? അല്ലെങ്കിൽ മാനസികമായി തകർന്ന ഒരാളാണ് അത് കേൾക്കുന്നതെങ്കിലും അയാൾക്ക് ലഭിക്കേണ്ടത് പ്രതീക്ഷയുടെ നനവുകളാണ്. ഞാൻ നന്നായി പറഞ്ഞാൽ അയാളുടെ ജീവിതം രക്ഷപ്പെട്ടാലോ എന്നൊക്കെ ആലോചിക്കാറുണ്ട്. ഓരോരുത്തരുടെയും പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും അനുസരിച്ച് മീനിങ് ഫുള്ളായ ലൈഫ് സെറ്റാക്കി എടുക്കണം. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റബോധം തോന്നാത്ത രീതിയിൽ ജീവിക്കുക. ഒരിക്കൽ ജീവിതത്തെക്കുറിച്ച് ജോസഫ് അന്നംകുട്ടി ജോസ് മോട്ടിവേഷണൽ സ്പീക്കറായി പറഞ്ഞത് ഇങ്ങനെയാണ്: